ശ്രീമതി പി ദിവ്യ, ഇന്ന് പ്രതിപക്ഷ നേതാവ് കോൺഫിഡൻസോടെ പറയുകയാണ് UDF-ന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അതിന് മറുപുറത്തെ ചോദ്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാർ വിലയിരുത്തലിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണോ എന്ന ചോദ്യമാണത്. ഇന്ന് മുഖ്യമന്ത്രി 24-നടക്കം നൽകിയ അഭിമുഖത്തിലും ഉറപ്പിച്ചു പറയുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന്. ഒരു കോൺഫിഡൻസ് കുറവ് LDF-നുണ്ടോ അത് പറയുന്നതിൽ, ശ്രീമതി പി ദിവ്യ? സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തിയാൽ പോലും ഏതെങ്കിലും തരത്തിൽ അപകടകരമായ രീതിയിൽ ഒരു വോട്ടിംഗ് ഇടതുപക്ഷത്തിനെതിരായി ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം ഒന്ന് BJP-യുടെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടുമാണ്. വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP-യുടെ പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും തമ്മിലുള്ള തർക്കം, ആ തർക്കം ഈ ചാനലിലല്ലാതെ പുറത്തില്ലല്ലോ. ഇപ്പോൾ ഇന്ന് വന്ന വാർത്തയാണല്ലോ, സൂറത്തിലുണ്ടായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശം ചെയ്ത ആൾ സത്യവാങ്മൂലം ഞാനല്ല നൽകിയത് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് BJP സ്ഥാനാർത്ഥി സ്വയം വിജയിക്കുകയാണ്. എതിരാളികൾ പോലും ഇല്ലാതെ സ്ഥാനാർത്ഥികളെ പോലും BJP ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപക്ഷെ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJPക്ക് ആവശ്യമായ രീതിയിൽ വിജയിക്കാനുള്ളൊരു സംവിധാനം കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നൊരു കാഴ്ച ഇവിടെ നമ്മൾ കാണുകയാണ്. വളരെ അപകടകരമായ സ്ഥിതി. ഇത് ജനങ്ങൾ കാണൂലേ? ഈ സ്ഥിതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുക. ഇന്ന് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. പിന്നെ മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ പ്രതിപക്ഷ നേതാക്കന്മാർ, അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും UDF-ൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അപക്വമാർന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ളൊരു സമരം പ്രഖ്യാപിച്ച സമയത്ത്, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായ സമരം പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങൾ അതിൻ്റെ കൂടെ ഇല്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് VD സതീശൻ. അത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. 140 നിയോജക മണ്ഡലങ്ങളിൽ കേരളത്തിൻ്റെ മന്ത്രിസഭ ഒന്നാകെ പോകുമ്പോൾ ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് UDF-കാർ. ചിലപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണും. ഞങ്ങൾ പറയുന്നത് UDF-ൻ്റെ നിലപാട്, അത് കേരളത്തിനകത്ത് സ്വീകരിക്കുന്ന, ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും, ആ നിലപാട് തീർച്ചയായിട്ടും ജനങ്ങൾ കാണും. നിങ്ങൾ നോക്കൂ, ഈ ചർച്ചയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ വിലക്കയറ്റത്തെക്കുറിച്ചല്ല, തൊഴിലില്ലായ്മയെക്കുറിച്ചല്ല, രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല കോൺഗ്രസ് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചോദിക്കുന്നത്. ഇതല്ലേ കോൺഗ്രസിൻ്റെ അവസ്ഥ? അതായത് BJPക്ക് മൗനാനുവാദം നൽകുകയാണ്, അവർക്കുള്ള എല്ലാ പിന്തുണയും നൽകുകയാണ്, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാം. ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം പറയാണ്, ഒരു കനല്, ഒരു തരി അതുപോലും ഞങ്ങൾ ഇല്ലാതാക്കും. 2004 മറക്കണ്ട, 2004 അന്ന് ഇടതുപക്ഷം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒന്നാമത്തെ UPA സർക്കാർ വന്നത്. 5 വർഷക്കാലം UPA സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് രണ്ടാമത് അധികാരത്തിൽ വരാൻ സാധിച്ചത്. രണ്ടാമത് അധികാരത്തിൽ ഇടതുപക്ഷം പിന്തുണ കൊടുത്തില്ല. അങ്ങനെ പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് തന്നെ, ആ പിന്തുണ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇടതുപക്ഷമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. രണ്ടാം UPA സർക്കാർ തകർപ്പടമായി. അതിനുശേഷം ഭരണം കിട്ടിയില്ലല്ലോ. എന്താ ഭരണം കിട്ടാത്തതിൻ്റെ അടിസ്ഥാന കാരണം? അവർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ അതിൽ മടുത്തു. അങ്ങനെയാണ് BJPക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഒരു വഴി കോൺഗ്രസ് ഒരുക്കിയതാണ്. അത് മറക്കാൻ വേണ്ടി പാടില്ല. ദിവ്യ, ഇത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഇപ്പൊ താങ്കൾ 2004 കാര്യം പറഞ്ഞില്ലേ, അന്ന് ക്ലീൻ സ്വീപ്പിലേക്ക് നയിച്ച എന്താണ്? അന്ന് ഇവിടെ നിന്ന് AK-നെതിരായ ഭരണവിരുദ്ധ വികാരം കൂടിയുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പല ആവർത്തി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യത്തോടെ പറഞ്ഞുകൂടെ, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭരണ വിലയിരുത്തലിനൊപ്പം എന്റെ സർക്കാർ, ഇടത് സർക്കാരിന്റെ കൂടി ഭരണ വിലയിരുത്തലാണ് എന്ന് ഉറപ്പിച്ച് പറയാത്തത് എന്താണ് ദിവ്യ? ഏറ്റവും അധികം കൂടുതൽ വിലയിരുത്തപ്പെടുക കേന്ദ്ര സർക്കാർ ആണല്ലോ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച വിലയിരുത്തലാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരേണ്ടത്.
അതിന്റെ കൂടെ സംസ്ഥാന സർക്കാരിനെ കൂടി വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്കൊരു പ്രയാസമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഭയവും ഞങ്ങൾക്ക് അക്കാര്യത്തിലില്ല. കേരളത്തിൽ ജീവിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളല്ലാതെ എന്താണ് കേരളത്തിലെ സർക്കാരിനെ അവമതിപ്പുണ്ടാകുന്നത് എന്താണെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പൗരന് പ്രതികരിക്കാനുള്ള വേദിയാണ്. അപ്പൊ പൗരന് പ്രതികരിക്കാനുള്ള വേദിയാകുമ്പോൾ ഈ സർക്കാരിന് അനുകൂലമായി ഇവിടുത്തെ ജനം വോട്ട് ചെയ്യും. അതെന്റെ സർക്കാരിന്റെ ഭരണ വിലയിരുത്തൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത എന്താണ് എന്നാണ് എന്റെ ആവർത്തിക്കുന്ന ചോദ്യം. ശ്രീമതി പി ദിവ്യ, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഒരു ഭരണാധികാരിയും പറയില്ല, ഒരു രാഷ്ട്രീയ നേതാവും പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെ തന്നെയാണ്, നരേന്ദ്രമോദിയുടെ ഭരണത്തെ തന്നെയാണ്, കോൺഗ്രസിന്റെ നിലപാടിനെയാണ്. കോട്ടനഗുഡ് ചോന്തിനെ പോലെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ UDFന്റെ MP-മാരെയാണ് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്താൻ വേണ്ടി പോകുന്നത്. അവിടെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് വെച്ച് ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന, പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന, ഒട്ടേറെ ഈ നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കുവാൻ വേണ്ടി പോലും സാധിക്കാതെ BJPക്ക് മൗനാനുവാദം എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള UDFന്റെ MP-മാരെ ജനങ്ങൾ തിരിച്ചറിയാണ്. പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ വിലയിരുത്തിയാലും ഞങ്ങൾക്കതിൽ ഭയമില്ല, അതിലൊരു അപകടവും ഞങ്ങൾക്ക് വരാനില്ല. ഇടതുപക്ഷത്തോടൊപ്പം ജനങ്ങൾ ഉണ്ടാകും. ഈ രാജ്യത്തെ ഇടതുപക്ഷം പ്രതീക്ഷ തന്നെയാണ്.